നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ഒരു യാദൃശ്ചിക സംഭവം മാത്രമല്ല. ജീവിതത്തിലെ ചില കാര്യങ്ങൾ സംഭവിക്കുന്നത് നമ്മൾ ആഗ്രഹിച്ചത് കൊണ്ടല്ല, അത് സംഭവിക്കേണ്ട സമയമായതിനാലാണ്. പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ കാര്യങ്ങൾ ഇങ്ങനെ വൈകുന്നു, എന്തുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഉടനെ നടക്കാറില്ല, എന്തുകൊണ്ട് ചിലർക്ക് എല്ലാം എളുപ്പത്തിൽ കിട്ടുന്നു, പക്ഷെ എനിക്ക് കിട്ടാൻ ഇത്രയും സമയമെടുക്കുന്നു. ഇങ്ങനെ ചിന്തിച്ചിട്ടുള്ളവർ ഈ വീഡിയോ കാണുന്നവരിൽ പലരും ഉണ്ടാകും. പക്ഷെ ഒരു സത്യം എന്ന് പറയുന്നത്, ദൈവം ഒരിക്കലും ആരുടെയും പ്രാർത്ഥനകൾ അവഗണിക്കുന്നില്ല എന്നതാണ്. നമ്മൾ ചോദിക്കുന്ന ഓരോ കാര്യവും ദൈവം കേൾക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ചോദിക്കുന്ന സമയത്തല്ല, ശരിയായ സമയത്ത് തന്നെയാണ് ദൈവം അതിൻ്റെ ഫലം നൽകുന്നത് എന്നതാണ് വാസ്തവം. ചിലപ്പോഴൊക്കെ നമ്മൾ ഏറെക്കാലം കാത്തിരിക്കേണ്ടി വരും. കാത്തിരിപ്പ് നമ്മളെ ക്ഷീണിപ്പിക്കും. നമ്മൾ ചിലപ്പോൾ നിരാശപ്പെടുകയും ചെയ്യും. എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലേ എന്ന് പോലും നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷെ സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഓരോ സംഭവത്തിനും ഒരു സമയമുണ്ടാകും. ആ സമയം എത്തിയാൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും. ഇന്നത്തെ ഈ വീഡിയോ അത്തരമൊരു സന്ദേശമാണ് നൽകുന്നത്. നമ്മുടെ പുരാതന സംസ്കാരത്തില് ചെടികൾക്ക് വളരെ വലിയ പ്രാധാന്യമാണുള്ളത്. ചില ചെടികൾ സാധാരണ ചെടികൾ മാത്രമല്ല, അവയെ ദൈവിക ഊർജം നിറഞ്ഞ ചെടികൾ എന്നാണ് നമ്മുടെ പൂർവികർ വിശ്വസിച്ചിരുന്നത്. അത്തരം 3 പവിത്രമായ ചെടികളാണ് നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത്. ഈ 3 ചെടികളും നമ്മുടെ ജീവിതത്തില് വളരെ വലിയ ആത്മീയ സന്ദേശങ്ങൾ നൽകുന്നവയാണ്. ഇന്ന് നമ്മളിവിടെ കാണുന്ന ഈ 3 ചെടികൾ, അതായത് ഒന്നാമത്തേതായിട്ട് ശംഖുപുഷ്പ ചെടിയാണ്, രണ്ടാമതായിട്ട് തുളസി ചെടിയാണ്, മൂന്നാമതായിട്ട് കറ്റാർ വാഴ അലോവേര ചെടിയാണ്. ഈ 3 ചെടികളിൽ നിങ്ങളുടെ മനസ്സ് സ്വാഭാവികമായിട്ട് ആകർഷിക്കുന്ന ഒരു ചെടി നിങ്ങൾ തിരഞ്ഞെടുക്കണം. ഇതൊരിക്കലും ഒരു ഗെയിമല്ല, ഇത് ഒരു അന്തരാത്മാവിന്റെ തിരഞ്ഞെടുപ്പാണ്. നിങ്ങളുടെ മനസ്സ് ഏത് ചെടിയിലേക്ക് ആകർഷിക്കപ്പെടുന്നുവോ അതുതന്നെയാണ് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഒരു സന്ദേശം നൽകുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ കാര്യം പറയാം. ഈ വീഡിയോയിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചെടി നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കാനിരിക്കുന്ന മാറ്റങ്ങൾ, നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം, നിങ്ങളുടെ ഭാഗ്യത്തിന്റെ സമയം, ഇവയെക്കുറിച്ച് ഒരു സൂചന നൽകും. പക്ഷെ ഒരു ചെറിയ കാര്യം നിങ്ങൾ ചെയ്യണം. ആദ്യം തന്നെ നിങ്ങളൊന്ന് കണ്ണുകൾ അടയ്ക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും അധികം ചിന്തിക്കുന്ന ഒരു കാര്യം മനസ്സിൽ ഓർക്കുക. അതൊരു പക്ഷേ ജോലിയാകാം, ധനസംബന്ധമായിട്ടുള്ള പ്രശ്നമാകാം, അല്ലെങ്കിൽ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ ആഗ്രഹമായിരിക്കാം. നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് മനസ്സിൽ വ്യക്തമായി ചിന്തിക്കുക. ഇപ്പോൾ ദൈവത്തെ, നിങ്ങളുടെ ഇഷ്ടദൈവത്തെ മനസ്സിൽ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥന ദൈവത്തോട് പറഞ്ഞതായിട്ട് മനസ്സിൽ ചിന്തിക്കുക. ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് ഈ 3 ചെടികളിൽ ഏതിലേക്കാണ് കൂടുതൽ ആകർഷിക്കപ്പെടുന്നത് അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. വളരെയധികം ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ ആദ്യത്തെ തോന്നൽ അതാണ് ശരി. ഇപ്പോൾ ഈ 3 ചെടികളിൽ നിങ്ങളൊന്ന് തിരഞ്ഞെടുക്കുക. 1-ാം നമ്പറായിട്ട് ശംഖുപുഷ്പമാണ്, 2-ാം നമ്പറായിട്ട് തുളസി ചെടിയാണ്, 3-ാം നമ്പറായിട്ട് കറ്റാർ വാഴയാണ്. തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരല്പം സമയമെടുക്കാവുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ വീഡിയോ കുറച്ച് സെക്കൻഡ് പൗസ് ചെയ്തും നിങ്ങൾക്കത് ചെയ്യാം. ശാന്തമായിട്ട് മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഇതിൽ നിന്നും ഒരു ചെടി തിരഞ്ഞെടുത്തിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ തിരഞ്ഞെടുത്ത ചെടിയുടെ പേര് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. ഏറ്റവും ആദ്യം തന്നെ 1-ാമത്തെ ചിത്രമായിട്ടുള്ള ശംഖുപുഷ്പ ചെടി തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. 1-ാമത്തെ ചിത്രമായിട്ടുള്ള ശംഖുപുഷ്പ ചെടി തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവർക്കും ഇപ്പോൾ പറയാൻ പോകുന്ന സന്ദേശം വളരെ പ്രത്യേകമാണ്. ഈ ചിത്രം തിരഞ്ഞെടുക്കുന്നത് യാദൃശ്ചികമായി സംഭവിച്ച കാര്യമല്ല. നിങ്ങളുടെ മനസ്സിന്റെ ആന്തരികമായ ഒരു ആകർഷണമാണ് നിങ്ങളെ ഈ ചെടിയിലേക്ക് നയിച്ചത്. ശംഖുപുഷ്പം എന്ന ചെടി നമ്മുടെ സംസ്കാരത്തിൽ വളരെ പ്രത്യേക സ്ഥാനമുള്ള ഒരു ചെടിയാണ്. ആയുർവേദത്തിൽ പോലും ഈ ചെടിക്ക് വളരെ വലിയ പ്രാധാന്യമാണുള്ളത്. ഇത് സാധാരണ ഒരു പൂച്ചെടി മാത്രമല്ല, ഇത് ബുദ്ധി, സമാധാനം, ആത്മീയ ശക്തി എന്നിവയെ പ്രതിനിധീകരിക്കുന്ന ഒരു ചെടിയാണെന്നാണ് പലരുടെയും വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ ചെടി തിരഞ്ഞെടുക്കുന്നവർക്ക് ഒരു പ്രത്യേക സ്വഭാവം ഉണ്ടാകാറുണ്ട്.
നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് പറയുമ്പോൾ ശംഖുപുഷ്പം തിരഞ്ഞെടുക്കുന്ന ആളുകൾ സാധാരണയായിട്ട് വളരെ ശാന്ത സ്വഭാവമുള്ളവരാണ്. നിങ്ങൾക്ക് ആരോടും അനാവശ്യമായ തർക്കങ്ങൾ ഇഷ്ടമല്ല. നിങ്ങൾക്ക് സമാധാനം വേണം. പലപ്പോഴും നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരോട് തുറന്നു പറയാറില്ല എന്നതാണ് സത്യം. നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിനുള്ളിൽ തന്നെ ഒളിപ്പിച്ചു വയ്ക്കുന്നവരാണ്. പുറത്തു നോക്കുമ്പോൾ നിങ്ങൾ സന്തോഷമുള്ളവനായിട്ട് തോന്നാം, അല്ലെങ്കിൽ സന്തോഷമുള്ളവളായിട്ട് തോന്നാം. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ പല വേദനകളും പല ആശങ്കകളും ഉണ്ടായിരിക്കാം. നിങ്ങൾ പലപ്പോഴും മറ്റുള്ളവരെ സഹായിക്കുന്ന ആളുകളാണ്. ആർക്കെങ്കിലും പ്രശ്നം വന്നാൽ നിങ്ങൾ ആദ്യം ഓടി വന്ന് സഹായിക്കുന്നവരാണ്. പക്ഷെ സത്യമായി പറഞ്ഞാൽ നിങ്ങൾ സഹായിച്ച പല ആളുകളും നിങ്ങളെ പിന്നീട് മറന്നിട്ടുണ്ടാകും. ചിലർ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുമുണ്ടാകും. ഇത് കാരണം നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ എന്തുകൊണ്ട് ഞാൻ ഇത്രയും നല്ലവനായി ഇരിക്കണം എന്ന ചിന്ത വന്നിട്ടുണ്ടാകാം. പക്ഷെ നിങ്ങളുടെ നല്ല മനസ്സ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയാണ് എന്നത് നിങ്ങൾ തിരിച്ചറിയുക. ഇനി ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ചിന്ത നിങ്ങൾക്കുണ്ട്. നിങ്ങളിപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് വളരെയധികം ചിന്തിക്കുന്നുണ്ടാകാം. അത് ചിലർക്ക് ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും, ചിലർക്ക് ധനവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമായിരിക്കും, ചിലർക്ക് കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ വിഷയമായിരിക്കും. നിങ്ങൾ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ലഭിക്കണം എന്ന് മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഉടനെ പരിഹരിക്കപ്പെടുന്നില്ലെന്ന് തോന്നി നിങ്ങൾ ചിലപ്പോൾ നിരാശപ്പെടുകയും ചെയ്തിട്ടുണ്ടാകും. ചില രാത്രികളിൽ നിങ്ങൾക്ക് ഉറങ്ങാനും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാകും. നിങ്ങൾ പല കാര്യങ്ങളും മനസ്സിൽ മാത്രം ചിന്തിച്ച് നിശബ്ദമായി ഇരിക്കുന്ന ആളാണ്. ഇപ്പോൾ ഇവിടെ ഒരു പ്രധാന സന്ദേശം നിങ്ങൾക്ക് കാണാം. ശംഖുപുഷ്പം തിരഞ്ഞെടുക്കുന്നവർക്ക് ജീവിതത്തിലെ ഒരു മാറ്റത്തിന്റെ സമയം അടുത്തിരിക്കുകയാണ്. നിങ്ങൾ ഇതുവരെ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ ശാശ്വതമല്ല. ദൈവം ചിലപ്പോഴൊക്കെ നമ്മളെ പരീക്ഷിക്കാറുണ്ട്. ആ പരീക്ഷണങ്ങൾ നമ്മളെ ശക്തരാക്കാനാണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ജീവിതത്തിലെ കുറച്ചു കാലമായിട്ട് കാര്യങ്ങൾ നിശ്ചലമായിരുന്നതുപോലെ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷെ ഇത് വളരെ വേഗം മാറാൻ പോകുന്നു എന്നതാണ് സത്യം. അടുത്ത 3 മുതൽ 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ചിലർക്ക് ധനകാര്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു നല്ല വാർത്ത വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഏറെക്കാലമായിട്ട് കാത്തിരിക്കുന്ന ഒരു അവസരം ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോവുകയാണ്. ചിലർക്ക് പുതിയ ജോലി ലഭിക്കാം, ചിലർക്ക് ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകാം, ചിലർക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു സാമ്പത്തിക സഹായം ലഭിക്കാനും സാധ്യതയുണ്ട്. ശംഖുപുഷ്പം തിരഞ്ഞെടുക്കുന്നവർക്ക് ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സന്ദേശവും കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യക്തി ഉണ്ടാകും. ആ വ്യക്തി നിങ്ങളെ വളരെ സത്യസന്ധമായി മനസ്സിലാക്കുന്ന ആളായിരിക്കും. പക്ഷെ ചില തെറ്റിദ്ധാരണകൾ കാരണം നിങ്ങൾ തമ്മിൽ അകന്നു പോയിട്ടുണ്ടാകാം. വളരെ സാധ്യതയുണ്ട് വീണ്ടും ആ ബന്ധം നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ. ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആ വ്യക്തി നിങ്ങളോട് സംസാരിക്കാൻ വരാം. ശംഖുപുഷ്പം തിരഞ്ഞെടുക്കുന്നവർക്ക് ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ തുടങ്ങാൻ പോകുന്നത് ഒരു പുതിയ അധ്യായമാണ്. ഇത് ഒരു ചെറിയ മാറ്റം മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ മാറ്റാൻ കഴിയുന്ന ഒരു കാലഘട്ടം ആരംഭിക്കാനിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. നിങ്ങളുടെ മനസ്സിൽ നിരാശയ്ക്ക് സ്ഥലം നൽകരുത്. നിങ്ങൾ വിശ്വസിക്കണം, ദൈവം നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല. ശംഖുപുഷ്പം തിരഞ്ഞെടുക്കുന്നവർക്ക് ഒരു ചെറിയ ആത്മീയ നിർദ്ദേശം പറയാം. ദിവസവും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശരീരശുദ്ധി വരുത്തി വീട്ടിൽ ഒരു ദീപം തെളിയിക്കുക. ദൈവത്തെ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഏത് ദൈവത്തെ വേണമെങ്കിലും പ്രാർത്ഥിക്കാം. ഇഷ്ടദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് ദിവസം ആരംഭിക്കുക. അത് നിങ്ങളുടെ മനസ്സിന് വളരെ വലിയ സമാധാനം നൽകും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ചിത്രമായിട്ടുള്ള ശംഖുപുഷ്പ ചെടി തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തൊടുകുറി ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള തുളസി ചെടി തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള തുളസി ചെടി തിരഞ്ഞെടുക്കുന്ന എല്ലാവർക്കും ഇപ്പോൾ പറയാൻ പോകുന്ന സന്ദേശം വളരെ ദൈവികമായിട്ടുള്ള ഒരു സന്ദേശമാണ്. തുളസി എന്ന ചെടി നമ്മുടെ സംസ്കാരത്തിൽ സാധാരണ ഒരു ചെടിയല്ല. ഇത് ദൈവത്തിന്റെ അനുഗ്രഹം നിറഞ്ഞ ഒരു പവിത്ര സസ്യം എന്നാണ് നമ്മുടെ പൂർവികർ വിശ്വസിച്ചിരുന്നത്. പല വീടുകളിലും തുളസി ചെടി നട്ടുവളർത്തുന്ന ഒരു പതിവ് ഇന്നും നമുക്ക് കാണാനായിട്ട് കഴിയും. കാരണം തുളസിയുള്ള വീടുകളിൽ സൗഭാഗ്യവും സമാധാനവും വരുമെന്ന് തീർച്ചയാണ്. അതുകൊണ്ടാണ് ഈ ചെടി തിരഞ്ഞെടുക്കുന്നവർക്ക് ജീവിതത്തിൽ ചില പ്രത്യേക ഗുണങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത്. തുളസി തിരഞ്ഞെടുക്കുന്ന ആളുകൾ സാധാരണയായിട്ട് വളരെ സ്നേഹമുള്ള മനസ്സുള്ളവരാണ്. നിങ്ങൾക്ക് കുടുംബം വളരെ പ്രധാനമാണ്. നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് പല കാര്യങ്ങളും ത്യജിക്കുന്ന ആളായിരിക്കും. പലപ്പോഴും നിങ്ങൾ മറ്റുള്ളവരുടെ സന്തോഷത്തിനായിട്ട് നിങ്ങളുടെ സ്വന്തം ആഗ്രഹങ്ങൾ പോലും മാറ്റിവയ്ക്കുന്നവരാണ്. നിങ്ങളുടെ ഹൃദയം വളരെ സോഫ്റ്റ് ആയിരിക്കും.
ആർക്കെങ്കിലും പ്രശ്നം വന്നാൽ നിങ്ങൾക്ക് അത് കണ്ടു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് പലപ്പോഴും നിങ്ങൾ സഹായിക്കാൻ മുന്നോട്ട് വരും. പക്ഷെ സത്യത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ പലപ്പോഴും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ ചുമന്ന ആളാണ്. ചില സമയങ്ങളിൽ മറ്റുള്ളവരുടെ തെറ്റുകൾ പോലും നിങ്ങൾ സഹിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ വളരെയധികം ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് അതാണ്. നിങ്ങളുടെ മനസ്സിൽ ഒരു വലിയ ആശങ്കയുണ്ട്. അത് ചിലർക്ക് കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം, ചിലർക്ക് ബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം, ചിലർക്ക് ധനകാര്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നമായിരിക്കാം. നിങ്ങൾ ഈ പ്രശ്നത്തിന് പരിഹാരം കിട്ടണം എന്ന് മനസ്സിൽ ഏറെ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ നിങ്ങളുടെ കൈവശമില്ലാത്തതിനാൽ നിങ്ങൾക്ക് അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ നിശബ്ദമായി ഇരുന്ന് ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാകും. ഇവിടെ ഒരു വലിയ പോസിറ്റീവ് സന്ദേശം കാണുന്നുണ്ട്. തുളസിച്ചെടി തിരഞ്ഞെടുക്കുന്നവർക്ക് ദൈവത്തിന്റെ അനുഗ്രഹം വളരെ ശക്തമായിട്ടുണ്ടാകാറുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവ നിങ്ങളെ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അവ നിങ്ങളെ ഒരിക്കലും പൂർണ്ണമായും തകർത്തിട്ടില്ല. കാരണം നിങ്ങളുടെ ജീവിതത്തെ സംരക്ഷിക്കുന്ന ഒരു ദൈവിക ശക്തി ഉണ്ടെന്നാണ് ഇവിടെ കാണുന്നത്. പല വലിയ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടിട്ടുണ്ടാകും. ചില സംഭവങ്ങൾ ഓർമ്മിച്ചാൽ പോലും അത് എങ്ങനെ താൻ അതിജീവിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം. ഇതെല്ലാം തന്നെ ദൈവം നിങ്ങൾക്ക് കാവലുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ്. തുളസിച്ചെടി തിരഞ്ഞെടുക്കുന്നവർക്ക് ജീവിതത്തിലെ ഒരു നല്ല മാറ്റത്തിന്റെ സമയം അടുത്തിരിക്കുകയാണ്. നിങ്ങൾ ഏറെക്കാലമായിട്ട് കാത്തിരുന്ന ആ ഒരു സന്തോഷ വാർത്ത നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഇത് ചിലർക്ക് കുടുംബത്തിലെ ഒരു വലിയ പ്രശ്നം പരിഹരിക്കപ്പെടുന്നതായി വരാം. ചിലർക്ക് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു നല്ല വാർത്ത വരാം. ചിലർക്ക് ജോലി അല്ലെങ്കിൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാകാം. ഈ മാറ്റം മന്ദഗതിയിലായിരിക്കും തുടങ്ങുക, പക്ഷെ അതിൻ്റെ ഫലം വളരെ പോസിറ്റീവായിരിക്കും. തുളസിച്ചെടി തിരഞ്ഞെടുക്കുന്നവർക്ക് ബന്ധങ്ങളിൽ വലിയ മാറ്റം സംഭവിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഏറെക്കാലമായി ഒരാളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ കാരണം ഒരു ബന്ധം അകന്നിട്ടുണ്ടാകാം. എന്നാൽ വളരെ സാധ്യതയുണ്ട് വീണ്ടും ആ ബന്ധം ശരിയാകാൻ. ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ആ വ്യക്തി നിങ്ങളെ സമീപിക്കാം. തുളസി തിരഞ്ഞെടുക്കുന്നവർക്ക് ധനകാര്യമായി പതുക്കെ പുരോഗതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന സാമ്പത്തിക സമ്മർദ്ദം മന്ദഗതിയിൽ കുറയാൻ തുടങ്ങും. ഒരു പുതിയ അവസരം നിങ്ങളുടെ മുന്നിൽ തുറക്കാൻ സാധ്യതയുണ്ട്. ചിലർക്ക് പുതിയ ജോലി അല്ലെങ്കിൽ അധിക വരുമാനം ലഭിക്കാം. നിങ്ങളുടെ ഭാഗ്യത്തിന്റെ സന്ദേശമായിട്ട് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ തുടങ്ങാൻ പോകുന്നത് ഒരു പുതിയ സമാധാനത്തിന്റെ കാലഘട്ടമാണ്. നിങ്ങൾ ഏറെക്കാലമായിട്ട് അനുഭവിച്ച മാനസിക സമ്മർദ്ദം ഇപ്പോൾ കുറയാൻ തുടങ്ങും. നിങ്ങളുടെ ജീവിതത്തിൽ പതുക്കെ സന്തോഷം തിരികെ വരും. തുളസി തിരഞ്ഞെടുക്കുന്നവർക്ക് ഒരു ചെറിയ ആത്മീയ നിർദ്ദേശം പറയാം. സാധ്യമെങ്കിൽ ദിവസവും രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം തുളസിച്ചെടിയുടെ മുന്നിൽ ഒരു ദീപം തെളിയിക്കുക. മനസ്സിൽ നിങ്ങളുടെ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെയും ഭഗവാനോട് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. അത് നിങ്ങളുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും എല്ലാം ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും എല്ലാം തന്നെ ഭഗവാനോട് പ്രാർത്ഥിക്കുക. അത് നിങ്ങളുടെ മനസ്സിന് വളരെ വലിയ സമാധാനം നൽകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ചെടിയായിട്ടുള്ള തുളസിച്ചെടി തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് മൂന്നാമത്തെ ചെടിയായിട്ടുള്ള കറ്റാർ വാഴ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. മൂന്നാമത്തെ ചിത്രമായിട്ടുള്ള കറ്റാർ വാഴ ചെടി തിരഞ്ഞെടുക്കുന്ന എല്ലാവർക്കും ഇപ്പോൾ ഈ പറയാൻ പോകുന്ന സന്ദേശം വളരെ പ്രത്യേകതയുള്ളതാണ്. കറ്റാർ വാഴ എന്ന ചെടി സാധാരണയായി ആളുകൾ ആരോഗ്യത്തിനും ചികിത്സയ്ക്കും ഉപയോഗിക്കുന്ന ഒരു ഔഷധ സസ്യമായിട്ടാണ് അറിയപ്പെടുന്നത്. പക്ഷെ ആത്മീയ വിശ്വാസങ്ങളിൽ ഈ ചെടിക്ക് മറ്റൊരു അർത്ഥവുമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കറ്റാർ വാഴ എന്നത് പുനർജന്മം, പുതിയ തുടക്കം, ജീവിതത്തിൽ പുതുവഴികൾ തുറക്കുക എന്നിവയെ പ്രതിനിധീകരിക്കുന്ന ഒരു ചെടിയാണ്. അതുകൊണ്ട് ഈ ചെടി തിരഞ്ഞെടുക്കുന്നവർ സാധാരണയായി ജീവിതത്തിൽ പല കഠിന സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ ആളുകളായിരിക്കും. കറ്റാർ വാഴ തിരഞ്ഞെടുക്കുന്നവർ വളരെ ശക്തമായ മനസ്സുള്ളവരാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ നിങ്ങൾ വളരെ സാധാരണ ആളായി തോന്നാം. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ വളരെ വലിയ ധൈര്യവും സഹനശക്തിയും ഉണ്ടാകാറുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ പല കഷ്ടപ്പാടുകളും വന്നിട്ടുണ്ടാകാം. ചില പ്രശ്നങ്ങൾ നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ നേരിട്ടിട്ടുണ്ടാകാം. പലപ്പോഴും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത്രയും പരീക്ഷണങ്ങൾ വരുന്നു? പക്ഷെ സത്യത്തിൽ പറയുകയാണെങ്കിൽ ആ പരീക്ഷണങ്ങൾ നിങ്ങളെ കൂടുതൽ ശക്തനായ ആളാക്കി മാറ്റുകയാണ്.
ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് കുറച്ച് മുന്നോട്ട് പോകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകും. ചിലർക്ക് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ആശങ്കയുണ്ടാകാം. ചിലർക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകാം. ചിലർക്ക് കുടുംബത്തിൽ ഒരു പ്രശ്നം മനസ്സിനെ അലട്ടുന്നുണ്ടാകാം. നിങ്ങൾ പല കാര്യങ്ങളും മനസ്സിൽ മാത്രം ചിന്തിച്ച് പുറത്ത് കാണിക്കാതെ നടക്കുന്ന ഒരാളാണ്. പലപ്പോഴും മറ്റുള്ളവർക്ക് നിങ്ങൾ ശക്തനായ ആളായി തോന്നും. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ വലിയ ആശങ്കകൾ ഉണ്ടാകാറുണ്ട്. ഇവിടെ ഒരു വലിയ സന്ദേശം നിങ്ങൾക്കായിട്ട് ലഭിക്കുന്നുണ്ട്. കറ്റാർവാഴ തിരഞ്ഞെടുക്കുന്നവർക്ക് ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം അടുത്തിരിക്കുകയാണ്. നിങ്ങൾ ഏറെ കാലമായിട്ട് കാത്തിരുന്ന ഒരു അവസരം ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ വൈകുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാകാം. കാരണം ശരിയായ സമയം വരുമ്പോൾ അത് വളരെ വലിയ മാറ്റമുണ്ടാക്കും. നിങ്ങളുടെ ജീവിതത്തിലും അത്തരമൊരു സമയം അടുത്തിരിക്കുന്നു എന്നതാണ് സത്യം. കറ്റാർവാഴ തിരഞ്ഞെടുക്കുന്നവർക്ക് സാമ്പത്തികമായിട്ട് പതുക്കെ പുരോഗതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഏറെക്കാലമായിട്ട് പരിശ്രമിച്ച ഒരു കാര്യം ഇപ്പോൾ ഫലം നൽകാൻ തുടങ്ങും. ചിലർക്ക് ഒരു പുതിയ ജോലി ലഭിക്കാം. ചിലർക്ക് പുതിയ ബിസിനസ് അവസരം ലഭിക്കാം. ചിലർക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു സാമ്പത്തിക സഹായം ലഭിക്കാനും സാധ്യതയുണ്ട്. ഇനി ഇവിടെ ബന്ധങ്ങളെക്കുറിച്ചും ഒരു സൂചന കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാന സംഭവം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഏറെക്കാലമായിട്ട് മനസ്സിൽ വച്ചിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ആ വ്യക്തിയോട് സംസാരിക്കാൻ അവസരം ലഭിക്കാം. അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ കാരണം അകന്ന ബന്ധം വീണ്ടും അടുത്തു വരാനും സാധ്യതയുണ്ട്. കറ്റാർവാഴ തിരഞ്ഞെടുക്കുന്നവർക്ക് ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം ആരംഭിക്കാനിരിക്കുകയാണ്. നിങ്ങൾ ഇതുവരെ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ മന്ദഗതിയിൽ കുറയാൻ തുടങ്ങും. ജീവിതത്തിൽ പുതിയ പ്രതീക്ഷയും പുതിയ അവസരങ്ങളും വരും. പക്ഷെ നിങ്ങൾ ഒരിക്കലും ഒരു കാര്യം മറക്കരുത്. നിങ്ങളുടെ മനസ്സിൽ നിരാശയ്ക്ക് അധികം സ്ഥലം നൽകരുത്. നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കണം. ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ നടക്കാൻ സമയമെടുത്താലും അതൊരിക്കൽ സംഭവിക്കും എന്നത് മനസ്സിലാക്കുക. ഇനി കറ്റാർവാഴ തിരഞ്ഞെടുക്കുന്നവർക്ക് ഒരു ചെറിയ ആത്മീയ നിർദ്ദേശം പറയാം. ദിവസവും രാവിലെ ദൈവത്തെ മനസ്സിൽ ഓർത്തുകൊണ്ട് ഉണരുക. കഴിയുമെങ്കിൽ രാവിലെ കുളിച്ച് ശരീരശുദ്ധി വരുത്തി വീട്ടിലൊരു ദീപം തെളിയിക്കുക. ഇത് നിങ്ങളുടെ മനസ്സിന് വളരെ വലിയ സമാധാനം നൽകും. ഇത്രയും കാര്യങ്ങളാണ് മൂന്നാമത്തെ ചിത്രമായിട്ടുള്ള കറ്റാർവാഴ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് പറയാനുള്ളത്. നിങ്ങൾ തിരഞ്ഞെടുത്ത ചിത്രങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നിയെങ്കിൽ പ്രപഞ്ചശക്തിക്ക് നന്ദി രേഖപ്പെടുത്തുന്ന ഒരു കമന്റ് കൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.